ഇറങ്ങട്ടെ? ഇറങ്ങി ഒതുക്കി വെച്ചേരാ. കൊട്ടാരക്കരയെന്ന്? അതെ അതെ. കൊട്ടാരക്കരന്ന് ട്രിവാൻഡ്രം അല്ലേ? അപ്പൊ ഇതിന് എന്താ ചേട്ടന് പ്രചോദനമായത്? അത് നമ്മള് ചെറുപ്പക്കാര് നമ്മുടെ സമൂഹം എല്ലാം ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. അതേപോലെ സിനിമ താരങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. എൻ്റെ യാത്ര അതിലൂടെയാണ് ഒരു മെസ്സേജ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ ലഹരിയാണ് ഇത് രണ്ടും. ഞാൻ സിനിമയോടുള്ള ആഗ്രഹം കാരണം തിയേറ്ററിലെ സിനിമ പോസ്റ്റർ ഒട്ടിപ്പോകാനാണ്. 25 വർഷമായിട്ട് സിനിമ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ ലഹരിയാണ് എന്നെ മുന്നോട്ട് നയിക്കാനുള്ള കാരണം. അങ്ങനെ ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയാണ് കഥയിലില്ലാത്തവർ എന്നൊരു ഡോക്യുമെൻ്ററി. ഞാൻ രചനയും സംവിധാനവും നിർമ്മാണവും ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. ഇതിൽ സുരേഷ് ഗോപി, മേനക, റസുൽ പൂക്കുട്ടി, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, അങ്ങനെ ഒട്ടനവധി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ലഹരിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, സിനിമ എന്ന ലഹരി. അപ്പോൾ സൈക്കിളിൽ തന്നെയാണോ? അതെ അതെ, കോഴിക്കോട് വരാ? അതെ 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 അതെ. അപ്പം ഇനി എത്ര ദിവസം പിടിക്കും? ഒരു 7 ദിവസമാണ് ഞാൻ 8 ദിവസം 10 ദിവസമാണ് മൊത്തത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപായിട്ട് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ സ്റ്റേ ഒക്കെ എവിടെയാണ്? ലോകം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കിടക്കുമല്ലേ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സുധീഷ് മഞ്ഞപ്പാറ. സുധീഷ് മഞ്ഞപ്പാറ. സ്ഥലം വരുന്നത്? സ്ഥലം കൊല്ലം ജില്ലയിലെ മഞ്ഞപ്പാറയാണ്. കൊല്ലം ജില്ലയിൽ ആയൂരിനടുത്ത് മഞ്ഞപ്പാറയാണ്. അതെ അതെ അതെ. ശരി, ഓക്കെ. ഓക്കെ, സന്തോഷം.